പ്രിയമുള്ളവരെ, ഇതാ റമദാൻ മാസം ആഗതമാവുകയായി. നമ്മുടെ വീടിന്റെ പടിക്കലെത്തിയിരിക്കുന്നു. ഇബിലീസുകളായ ഇബിലീസുകളെല്ലാം ആകെ ഹാലളകി ഓടിയൊളിഞ്ഞു മറിയുന്ന മാസം. ഈ റമദാൻ മാസം കഴിയുന്നതോടുകൂടി എന്റെ പരിധിയിലുള്ള ആളുകൾ കുറഞ്ഞു പോകുമോ എന്ന ആശങ്കയിലാണ് ഇബിലീസും ഇബിലീസിന്റെ മക്കളും. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്ന വല്ലാത്ത ബേജാറിലാണ് ഇബിലീസും കൂട്ടരും. നോമ്പെടുത്തവന്റെ നോമ്പൊന്ന് മുറിപ്പിക്കാൻ പറ്റുമോ? അല്ല, നോമ്പെടുത്തവനൊന്ന് അരിശം കൂട്ടി തർക്കത്തിൽ ഏർപ്പെടുത്തി തൊള്ളയിൽ നിന്നും ചറപറ എന്നൊഴുകി വീഴുന്ന തെറിവിളിക്കുള്ള അവസരവും ഒത്തുവരുമോ? നോമ്പെടുത്തിട്ട് മറ്റവന്റെ ഇറച്ചി തിന്നിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു ചെറുതെങ്കിലും കിട്ടുമോ എന്നുള്ള വഴി തേടി അലയുകയാണ് ഇബിലീസും കൂട്ടരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വെളുപ്പിനെ അത്താഴം കഴിച്ച് കഷ്ടപ്പെട്ട് നോക്കിയ നോമ്പിനെ വെറും നായി പട്ടിണി കടന്ന പോലാക്കാതെ, അവനെ സന്തോഷിപ്പിക്കാനുള്ള അവസരവും നൽകാതെ നല്ല രീതിയിൽ നോമ്പ് പിടിച്ചോളി. കൽബിനൊക്കെ തടിഞ്ഞുകൂടിയിരിക്കുന്ന പകയും വിദ്വേഷവും ഒക്കെ പരസ്പരം പറഞ്ഞ് പൊരുത്തപ്പെടിച്ചോളി. നമ്മുടെ ശരീരത്തെയും കൽബിനെയും ഒരു മാസത്തെ സർവീസിനയക്കുകയാണ്. വ്രതശുദ്ധിയിലൂടെ രാപ്പകൽ ഭേദമില്ലാതെ നേടിയെടുത്ത ഇബാദത്തുകൾ കൊണ്ട് റമദാൻ മാസം കഴിയുന്നതോടുകൂടി എടുത്ത ഇബാദത്തുകളൊന്നും പൊളിച്ച് പൊടിപൊടിയാക്കാൻ നിൽക്കണ്ട. നോമ്പു തുറക്കുള്ള ഒരുക്കങ്ങൾക്കിടയിൽ മുക്രിച്ചാവുന്ന മൈക്കിലേക്ക് മുട്ടിയാൽ മതി. പിന്നെ റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ ബസ്സും പോവും, കാറും പോവും, ജീപ്പും പോവും എന്ന നിലക്കുള്ള നോമ്പുതുറ ആകാതെ മിതമായ രീതിയിലുള്ള നോമ്പുതുറ കൊണ്ട് മുന്നേറാം. ഏവർക്കും ഇതാ റമദാൻ കരീം ആശംസകൾ നേരുന്നു. അപ്പോ നിങ്ങൾ സെറ്റല്ലേ? എല്ലാവരും ഉസാറായിട്ട് നിന്ന് നോമ്പാന്ന് വരാൻ പോന്നെ.